മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മുടെ ചെറിയ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള പല പല കാര്യങ്ങളും അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. വളരെ അടുത്ത കാലത്ത് ഒരു വിദേശ യാത്ര മിഡിൽ ഈസ്റ്റിലേക്ക് നടത്തിയപ്പോൾ അവിടുത്തെ കുറേ അധികം വിദ്യാർത്ഥികൾ ഇന്ത്യക്കാരാണ്, പർട്ടിക്കുലർലി മലയാളികളാണ്. അവർ പറഞ്ഞൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ +2 ലെവലെത്തുന്നത് വരെ ഞങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഞങ്ങളെ വണ്ടിയിൽ കൊണ്ടുപോകും. വളരെ റിച്ചായിട്ടുള്ള ഫാമിലി, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല, ഉയർന്ന നിലവാരത്തിലുള്ള കാറിൽ മക്കളെ കൊണ്ടുപോകും. മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അമ്മയും അച്ഛനും എന്താണോ വാങ്ങിക്കാൻ തീരുമാനിക്കുന്നത് അത് വാങ്ങിക്കും. അത് കഴിഞ്ഞ് അത് പാക്ക് ചെയ്ത് അമ്മയും അച്ഛനും തന്നെ അതിൻ്റെ എമൗണ്ട് പേ ചെയ്യും. അത് കഴിഞ്ഞ് ട്രോളി എടുത്ത് കാറ് വരെ വന്ന് കാറിനകത്ത് ഈ സാധനങ്ങൾ വയ്ക്കും. മക്കൾ അതിൽ കയറിയിരിക്കും. അത് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരും. ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ അച്ഛൻ്റെയും അമ്മയുടെയും സൗകര്യം അനുസരിച്ച് മക്കളെ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു വിസിറ്റിന് കടപ്പുറത്തേക്കോ പാർക്കിലേക്കോ കൊണ്ടുപോകും. അമ്മയുടെയും അച്ഛൻ്റെയും കൂട്ടത്തിൽ സമയം കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പം ശരിക്ക് വീട്ടിലൊരു വളർത്ത നായയെ എങ്ങനെയാണോ ആ വീടിൻ്റെ ഉടമസ്ഥനും ഉടമസ്ഥയും പുറത്തേക്ക് കൊണ്ടുവരുന്നത്, അതേപോലെ ഒരു രീതിയാണ് മക്കളോട് മാതാപിതാക്കൾ. മിഡിൽ ഈസ്റ്റ് രാജ്യമായതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകണ്ട എന്ന് പറയും. ബസ്സിൽ യാത്ര ചെയ്യാൻ മിക്കവാറും അനുവദിക്കില്ല. കാരണം അത് സാധാരണ ജോലിക്കാർക്കുള്ളതാണ്. ഇവർക്ക് കാറുണ്ട്, സമൂഹത്തിലെ റിച്ചായിട്ടുള്ള ഫാമിലിയിലാണ്, അതുകൊണ്ട് ബസ്സിൽ പോകാൻ അനുവദിക്കില്ല. ഇവരും തീരുമാനിക്കുന്ന സമയത്ത് ഇവരുദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ പർച്ചേസിങ്ങിനോ മറ്റോ ആയിട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരിക. ഈ മക്കൾക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യമൊന്നുമില്ല. ഇവർ തന്നെ +2 കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്ന് അല്ലെങ്കിൽ ഭാരതത്തിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ വന്ന് അവർ അടുത്ത ദിവസം കടയിലേക്ക് പോകുന്ന ശീലം അവർക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുന്ന ശീലമില്ല, പുറത്തേക്ക് പോകുന്ന ശീലമില്ല, ചുറ്റുപാടുകളുള്ള കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന ശീലമില്ല. അത് നമ്മളത് ശീലമില്ല എന്ന് പറയുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി അത് പറയുന്ന മാതിരിയല്ല കുട്ടികളുടെ മനസ്സിൽ. അവർക്ക് പുറത്തുള്ള പലതുമായിട്ട് ഡീൽ ചെയ്യാൻ ഭയങ്കര ഭയമാണ് അവർക്ക്, കാരണം അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല. അതേ സമയത്ത് നമ്മളുടെ വീട്ടിൽ നമ്മൾ ബാങ്കിലേക്ക് പോകുമ്പോൾ നമ്മളുടെ കുട്ടികൾ വരാൻ തയ്യാറാണെങ്കിൽ അവരെ കൊണ്ടുവരിക, സ്വതന്ത്രമായിട്ട് ബാങ്കിൻ്റെ അടുത്ത് വിടുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക, പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോവുക, പൈസ കൊടുക്കാനായിട്ട് അവരെ ഒന്ന് ശീലിപ്പിക്കുക. വളരെ കാഷ്വലായിട്ട്, ഒരു ട്രെയിനിങ് കൊടുക്കുന്ന മാതിരിയല്ല, വളരെയധികം എക്സ്പോഷർ കൊടുക്കുന്ന മാതിരി ഈ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുക, അതും കാഷ്വലായിട്ട്. പിന്നെ പലപ്പോഴും വിദേശത്തിൽ നിന്ന് വന്ന പലതും പഠിപ്പിക്കുന്ന രീതി കുറച്ച് മാറ്റിയിട്ട് നല്ല കവിതകളും പഴഞ്ചൊല്ലുകളും ഒന്ന് പഠിപ്പിച്ചു നോക്കുക. അടി തെറ്റിയാൽ ആനയും വീഴും എന്നത് പറഞ്ഞു നോക്കുക. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല, അങ്ങനെ മിന്നുന്നതെല്ലാം പൊന്നല്ല, മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക. വെറുതെ ആ കുട്ടിയോട് ചോദിക്കുക, പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം ചോദിക്കുക. പിന്നെ നമ്മളുടെ സ്കൂളിൽ ഞങ്ങൾ നടത്തിയിരിക്കുന്ന പരീക്ഷണത്തിൽ വലിയൊരു വിജയം എന്ന് പറയുന്നത് A for ആപ്പിൾ, B for ബോൾ പറയുന്നതിന് പകരം A for ആര്യഭട്ട എന്ന് പറഞ്ഞു കൊടുക്കാം. ആര്യഭട്ട എന്ന് 2 പ്രാവശ്യം പറയുമ്പോൾ ആ കുട്ടി പഠിക്കും തന്നെത്താനെ. B for ഭാസ്കര,
C for ചാണക്യ, D for ദാമോദര, ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാരുടെ പേരാണ്. E for എലിഫന്റ കേവ്സില്, F for ഫോർട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേര് പറഞ്ഞു കൊടുക്കാം, G for ഗോവർദ്ധനം. ആ നാക്ക് വളയാനും കൂടി അത് ധാരാളമായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ G for ഗംഗാധര, അങ്ങനെ S for ശാർങ്ങധര എന്നിട്ട് പറഞ്ഞു കൊടുക്കാം. വലിയ സംഗീത പുസ്തകം എഴുതിയ ആളാണ്. C for ചരക, ആയുർവേദത്തിലെ ആചാര്യന്റെ പേരാണ്. C for ചാണക്യ പറഞ്ഞു കൊടുത്ത് നോക്കാം. കാഷ്വലി, വളരെ സ്ട്രിക്റ്റ് ആയിട്ടല്ല. ഇപ്പം നമ്മളുടെ മക്കൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് പഠിപ്പിച്ചു കൊടുക്കാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. വളരെ സിമ്പിളായിട്ട് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവരിതെല്ലാം കണ്ട് അവർക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ അവരെ വിടുക, അവരിത് പോയി കണ്ടിട്ട് വരട്ടെ. അവരെന്തെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്ന് ഉത്തരം കൊടുത്തു നോക്കാം. ശരിക്കും ആ കുട്ടികളെ എൻജോയ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ എൻജോയ് ചെയ്യും. ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളെപ്പോഴും നെഗറ്റീവാണ് പറയും. വേണ്ട, അത് തൊടണ്ട, അത് പൊള്ളും, ഷോക്കടിക്കും, ഇറങ്ങണ്ട, കുപ്പിച്ചില്ലും മുള്ളുമുണ്ട്, നടക്കണ്ട, വണ്ടി വരും, വണ്ടി ഇടിച്ചാൽ എന്തായിരിക്കും, അങ്കിള് ചീത്ത പറയും, ഒറ്റയ്ക്ക് നടക്കണ്ട, ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകും. ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് മാത്രമാണ് കുട്ടികൾ കേൾക്കുന്നത്. മാതാപിതാക്കളാണെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുന്നത് മുഴുവനും അരുത് 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 എന്ന നെഗറ്റീവാണ് എന്നവർ ചിന്തിക്കുന്നുമില്ല. ഈ നെഗറ്റീവ് പറഞ്ഞു കൊടുക്കുമ്പോൾ എത്രയധികം ഒബ്സ്ട്രക്ഷനാ മനസ്സിൽ വരുന്നത്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ അല്ലാണ്ട് ചെയ്യരുത് എന്നാ കുട്ടിയുടെ മനസ്സിൽ, ഉപബോധ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോന്ന് തള്ളിക്കയറ്റുകയാണ് നമ്മൾ. ഇങ്ങനെ വളരെ സ്വതന്ത്രമായിട്ട് ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തിലെ ബാക്കിയെല്ലാം എന്നിരിക്കെ ബാക്കി എല്ലാത്തിനും വേണ്ടിയാണ് ജീവിതം എന്ന രീതിയിൽ ആ കുട്ടിയെ പഠിപ്പിക്കാനിരുന്നാൽ അത് കാഷ്വലായിട്ട് പഠിക്കട്ടെ. കുറച്ചൊക്കെ ഏതായാലും LKGയിലും പ്രീ പ്രൈമറിയിലും പ്ലേ സ്കൂളിലും പഠിക്കുന്നതും മാത്രമൊന്നും അല്ലല്ലോ ജീവിതം. അതൊന്നും പഠിക്കാത്ത എത്രയോ പേര് എത്രയോ ഗംഭീരമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ മണ്ഡലത്തിലൊക്കെ ഏറ്റവും അധികം ഷൈൻ ചെയ്ത വ്യക്തി, അതിൽ ഡെൽ കമ്പ്യൂട്ടറിൻ്റെ ആളാണെങ്കിൽ സ്റ്റീവ് ജോബ്സ് ഒക്കെ ആണെങ്കിലും അവരൊന്നും കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുള്ള വ്യക്തി കൂടിയല്ല. ഒക്കെ യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ടാണ്. ന്യൂസ് പേപ്പർ ബോയ് ആയിട്ടുള്ള മൈക്കേൽ ഡെല്ലാണ് ഡെൽ കമ്പ്യൂട്ടറിന്റെ ഉടമസ്ഥൻ. വളരെയധികം അബ്നോർമലായിട്ട് ഒരു ജീവിതം ആരംഭിച്ച വ്യക്തിയാണ് സ്റ്റീവ് ജോബ്സ്. അതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന എല്ലാം വളരെ വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തി. കമ്പ്യൂട്ടർ മണ്ഡലത്തിലെ മുടിചൂടാമന്നൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഇത്രേ, ഞാനും എൻ്റെ കൂട്ടുകാരനും ഒരുമിച്ച് പഠിക്കുമ്പോൾ അയാൾക്ക് 10th സ്റ്റാൻഡേർഡിൽ ബിൽ ഗേറ്റ്സ് പറഞ്ഞ വരിയാണത്. 10th സ്റ്റാൻഡേർഡിൽ അയാൾക്ക് റാങ്ക് ഉണ്ടായിരുന്നു, ഞാൻ ആവറേജ് ആയിരുന്നു. അണ്ടർ ഗ്രാജുവേഷൻ വരുമ്പോൾ അയാൾക്ക് റാങ്ക് ഉണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് പാസ്സേ ആയുള്ളൂ. ഗ്രാജുവേഷൻ ലെവലിൽ അയാൾ എത്തിയപ്പോൾ ഞാൻ തോറ്റു. അവസാനം അയാൾ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായി, ഞാൻ ആ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായി. എന്ത് ഭംഗിയായിട്ടുള്ള വരികളാ നോക്കുക. അയാൾ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൻ്റെ ജോലിക്കാരനായി, ഞാൻ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായി എന്ന് ബിൽ ഗേറ്റ്സ് പറയുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കാനുള്ളത് ഈ പരീക്ഷയിലെ മാർക്ക് മാത്രമല്ല ജീവിതം, അതിനേക്കാൾ എത്രയോ കൂടുതലുണ്ട്. നമ്മൾ എന്നും മനസ്സിൽ ഓർമ്മിക്കാനുള്ളത് ജീവിതാനുഭവങ്ങളിലൂടെ കുട്ടികളെ കൊണ്ടുപോവുക, വളരെ ചിരിച്ചുകൊണ്ട് അവരോട് പെരുമാറുക, അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുക, അവരെ ചോദ്യം ചോദിപ്പിക്കാനായിട്ട് എൻകറേജ് ചെയ്യുക. നമ്മൾ പോകുന്ന സ്ഥലത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ കുറേ സ്വാതന്ത്ര്യം കൊടുക്കുക. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ പോലും, റോഡ് ക്രോസ് ചെയ്ത് കിടക്കുമ്പോൾ പോലും
അത് ഏതോ ഒരു തീവ്രവാദ പ്രവർത്തനമാണെന്ന രീതിയിൽ ആ കുട്ടിയെ തോന്നിപ്പിക്കൽ ഉണ്ടാക്കാതിരിക്കുക. അവർ മാർക്കറ്റിൽ കയറി ചെല്ലുമ്പോൾ അകത്തേക്കൊക്കെ ഒന്ന് പോവട്ടെ, പക്ഷെ കഴുത്തിൽ സ്വർണ്ണാഭരണങ്ങളും അതുപോലെയുള്ളതും ഉണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഞാനിത് ഇന്നലെ എനിക്കുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. ആ കുട്ടികൾ നമ്മളുടെ കൂടെ വരുമ്പോഴത്തേക്കും അവർക്ക് ശരിക്ക് സ്വയം പറക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്ന പോലെ അവർക്ക് എന്ത് വേണോ അതൊന്ന് ചെയ്തു കൊടുത്ത് നോക്കാം. അത് വാശി പിടിച്ച് നേടിക്കുന്ന ലെവലിലേക്ക് വരരുത്. എന്നാ ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് ഉടനെ വേണ്ടെങ്കിൽ പൊളൈറ്റായിട്ട് പറഞ്ഞു നോക്കാം. നമ്മൾ ബാക്കിയുള്ളതിനെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ഇതവർ തന്നെ സ്വീകരിക്കാതിരിക്കില്ല. എല്ലാത്തിനും റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴാണ് വാശി പിടിച്ചാലേ അത് കിട്ടുള്ളൂ എന്ന ധാരണ വരുന്നത്. ഓരോ പോയിന്റ് ബൈ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എടുത്ത് അവരെ സ്നേഹിക്കുകയും സ്നേഹിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ നമ്മളൊന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ കുട്ടികളുടെ കൂട്ടത്തിലിരുന്നാൽ നമ്മളുടെ എല്ലാ ടെൻഷനും ഇല്ലാണ്ട്. പക്ഷെ ആ 1 മണിക്കൂർ നെഗറ്റീവുകളും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനും അവരെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് 1 മണിക്കൂർ എൻ്റെ കൂട്ടത്തിൽ കൊണ്ടാക്കിയിരിക്കുന്നത് എന്ന ധാരണയിലും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ കുട്ടികളോടുള്ള നമ്മളുടെ പെരുമാറ്റവും ഇതെല്ലാം മാറുക. പഠിപ്പിക്കുമ്പോൾ പോലും ചിലപ്പോൾ കുട്ടികൾക്ക് എഴുതാൻ താല്പര്യം ഉണ്ടാവും. ഒരു പേപ്പർ കൊടുക്കുക, ഒരു പേന കൊടുക്കുക, എഴുതട്ടെ, അവരെന്തെങ്കിലുമൊക്കെ എഴുതട്ടെ, എന്നിട്ട് എൻകറേജ് ചെയ്യുക. ചില കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോൾ പാട്ട് പാടുമ്പോഴത്തേക്കും ഒന്ന് കൈകൊട്ടുക, നന്നായിട്ടുണ്ട്, ഇത്ര ഗംഭീരമായിട്ടുണ്ട് എന്നുള്ളത് സിൻസിയറായിട്ട് പറയുക. ആർട്ടിഫിഷ്യലായിട്ട് പറയുന്നതായിട്ട് കുട്ടിക്ക് തോന്നരുത്. അതിൽ തന്നെ തെറ്റുകൾ ഉണ്ടെങ്കിലും അതൊക്കെ ചൂണ്ടിക്കാണിക്കുക. ചില പ്രാർത്ഥിക്കുമ്പോഴും കീർത്തനങ്ങൾ ചൊല്ലുമ്പോഴും ആ കുട്ടി അത് കേൾക്കുന്ന രീതിയിൽ നമ്മളുടെ അടുത്തിരിക്കുക. ചെറിയ കുട്ടിയാണെങ്കിലും തീപ്പെട്ടി ഉരച്ചിട്ട് വിളക്ക് കത്തിക്കാൻ പഠിപ്പിക്കുക. ചില കാര്യങ്ങളൊക്കെ അടുപ്പത്ത് അല്ലെങ്കിൽ അടുക്കളയിൽ ചെയ്യാനായിട്ടൊന്ന് പഠിപ്പിച്ച് നോക്കുക. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. റെസ്ട്രിക്ഷൻസിന് പകരം ഗൈഡൻസ് കൊടുക്കുക. സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷന് പകരം സജഷൻ കൊടുത്ത് നോക്കുക. എന്ത് ഭംഗിയായിട്ട് ആ കുട്ടികളുമായിട്ടുള്ള നമ്മുടെ ആ സമയം ചെലവഴിക്കൽ ധന്യമാക്കാൻ സാധിക്കും. അതേപോലെ പല പല കാര്യങ്ങളും കളികളിലൂടെ പഠിപ്പിക്കണം. അവർ നിർദ്ദേശിക്കും നമ്മളോട് അവരുടെ കൂട്ടത്തിൽ വരാൻ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പോവുക, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ മനസ്സ് വികസിക്കുന്നത് ചിന്തിക്കാനും പറയാനും പെരുമാറാനും നടക്കാനും സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ തിന്മയിലേക്ക് പോകരുത് എന്നുള്ള രീതിയിലുള്ള ഗൈഡൻസ് കൊടുത്തു കഴിയുമ്പോൾ ഇതൊരു അസാധാരണമായിട്ടുള്ള അനുഭവമാണ്. കുട്ടികളെ വളർത്തുന്നത് ഒരു ഭാരമാവരുത്, അതൊരു ഭാഗ്യമാവണം. അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും അതൊരു രസമാണ്. അവർ വേണ്ടാന്ന് പറയാൻ അവർക്ക് അവകാശമുണ്ട്. വേണമെന്ന് പറയുമ്പോൾ കൊടുക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ രീതിയിൽ അവരെ പതുക്കെ പെർസ്വേഡ് ചെയ്തിട്ട് കുറച്ച് കഴിപ്പിക്കുക. വിശപ്പുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കാതിരിക്കില്ല. ഏത് ഭക്ഷണം മേടിച്ചു കൊടുക്കുമ്പോഴും ചോക്ലേറ്റ് വേണ്ട, എന്തുകൊണ്ട് എന്ന് കൂടി പറഞ്ഞു കൊടുക്കാം. ഏതെങ്കിലും സാധനങ്ങൾ വേണ്ട എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറയുന്നത്. നിനക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ നിന്നോട് പറയുന്നില്ല എന്നല്ല, നീ മനസ്സിലാക്കണം, അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു എന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ വളർത്തി നോക്കാം. പുതിയ പുതിയ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. നല്ല രസമാണ് കുട്ടികളെ വളർത്തുക. ഇന്നലെ എനിക്കുണ്ടായ എൻ്റെ മകളുടെ മകളുമായിട്ടുള്ള ഡീലിങ്ങിൽ കുറേ ദിവസമായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ഞാനിതെല്ലാം പരീക്ഷിച്ച് നോക്കാറുണ്ട്. എത്ര ധന്യമായിട്ടുള്ള അനുഭവമാണ്. ജീവിതത്തിൽ എന്ത് ടെൻഷനും എന്ത് വേദനയും മനസ്സിലോ ശരീരത്തിലോ ഉള്ളത് മുഴുവനും മറക്കാനും ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സാധിക്കണം. അവരുടെ പുറകെ ഓടിയിട്ട് ജീവിതത്തിൻ്റെ പകുതി തീർന്നു എന്നല്ല, അവരുടെ കൂടെ ജീവിച്ച് ജീവിതത്തിൻ്റെ പകുതി പ്രയോജനപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. അങ്ങനെ നമ്മുടെ മക്കളെ നിർബന്ധമായിട്ടും A for ആപ്പിൾ, B for ബോൾ പറയുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് A for ആര്യഭട്ട, അങ്ങനെയുള്ളതൊക്കെ ഭാസ്കര, ചാണക്യ, ചരക, ദാമോദര, ദിവാകര ഒക്കെ പറഞ്ഞു വെക്കുക. നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട. പിന്നീട് അവരെന്തായാലും സ്കൂളിൽ പോകുമ്പോഴത്തേക്കും A for ആപ്പിൾ പഠിക്കും. നമുക്ക് നമ്മുടേതായിട്ട് വീട്ടിൽ പഠിപ്പിച്ചൂടെ? 1-2 കുട്ടികളല്ലേ ഉള്ളൂ. സ്കൂളിൽ അങ്ങനെയാ പഠിപ്പിക്കുന്നത്, എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതല്ല. സ്കൂളിൽ പഠിപ്പിക്കുന്നത് സ്കൂളിൽ പഠിപ്പിക്കട്ടെ, നമ്മളുടെ വീട്ടിൽ പഠിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കണം.
നല്ല രീതിയിൽ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. ചില വണ്ടികളൊക്കെ പോകുമ്പോൾ ഏത് ബ്രാൻഡ് വണ്ടികളാണെന്ന് പറയണം. അതുപോലെ തന്നെ ചില സ്കൂട്ടർ പോകുമ്പോൾ ഏത് ടൈപ്പ് സ്കൂട്ടറാണെന്ന് പറയണം. അങ്ങനെ ഓരോ കാര്യങ്ങളും വെറുതെ കാഷ്വലി പഠിപ്പിക്കാനും എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനുള്ള രീതിയിലല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. വെറുതെ ലോകവർത്തമാനം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് രസമായിട്ടാണ് കുട്ടികൾ അതെല്ലാം സ്വീകരിക്കുക എന്നുള്ളത് അനുഭവിച്ചറിയണം. അതുകൊണ്ട് ജീവിതം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതാവട്ടെ, വീട്ടിലെ അന്തരീക്ഷം ഷെയറിങ്ങും കെയറിങ്ങും ക്യൂറിങ്ങും ചെയ്യുന്നതാവട്ടെ. എൻ്റെ ആശയം നിന്റെ തലയിൽ വെക്കുന്നു എന്നുള്ളതല്ല, നമ്മളുടെ ആശയം ചർച്ച ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളതാവണം. ആ കുട്ടികൾക്ക് അത് ആസ്വദിക്കാൻ സാധിക്കട്ടെ. ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന വിധത്തിൽ നമുക്ക് ധന്യമായിട്ടുള്ള ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പല വീടുകളിലും ഇന്ന് കുട്ടികളില്ല, കുട്ടികളുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ളപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. നമ്മളുടെ മക്കൾ വളരുന്നതിനനുസരിച്ച് അവരോടും കാര്യങ്ങൾ ചോദിച്ചിട്ട് ചെയ്യാം. ഞാൻ തീരുമാനമെടുത്ത് ഞാൻ ചെയ്യുന്നു എന്നല്ല, നീയും കൂടി തീരുമാനമെടുക്കുക. തീരുമാനമെടുക്കുന്നതിൽ നീ മുമ്പിൽ നിൽക്കുക. എന്ത് രസമായിട്ടാണ്, നമുക്ക് നമ്മുടെ ഭാരമേ ഇല്ല ജീവിതത്തിൽ. അങ്ങനെ ഒരു ജീവിതം. ഞാൻ ചില സജഷൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രണാമം. പ്രയോജനപ്പെടുമെങ്കിൽ എടുക്കാം. നമസ്കാരം.